അതിനാടകീയമായ നീക്കങ്ങൾ. ബോബി ചെമ്മണ്ണൂർ എപ്പോഴും അങ്ങനെയാണോ എന്ന് ബോബിയുടെ ആരാധകരും വിമർശകരും ഒരുപോലെ പറയാറുണ്ട്. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയ ബോബി ചെമ്മണ്ണൂരിന്റെ നാടകീയ നീക്കങ്ങൾ കണ്ട് കേരളം ഒന്നാകെ ആ വിഷയം ചർച്ച ചെയ്യുകയാണ്. ബോച്ചെ ആരാധകരും ഞെട്ടിയിരിക്കുന്നു, ബോച്ചെ വിമർശകരും അതിശക്തമായി ആഞ്ഞടിക്കുന്നു. ഏതായാലും തടവുകാരുടെ വക്കാലത്ത് എടുക്കണ്ട എന്ന ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി അതിശക്തമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യാൻ പോലും നിർദ്ദേശം നൽകുമെന്ന് ബോബിയെ കുടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഹണി റോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ആദ്യ ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചിരുന്നില്ല. പിന്നീട് ബോബി ചെമ്മണ്ണൂരിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയില്ല. ചില തടവുകാർക്കായി പ്രതിഷേധിച്ചാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാതിരുന്നത് എന്നുള്ള ചർച്ചകൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും ഹണി റോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഉണ്ടായ നാടകീയ സംഭവങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കോടതി നടത്തിയത് ഗുരുതരമായ പരാമർശങ്ങളാണ്. 4:45 ഉത്തരവ് പുറത്തുവിട്ടിട്ടും എന്തുകൊണ്ട് ബോബി ജയിൽ മോചിതനായില്ല എന്ന് കോടതി കൃത്യമായി ചോദിച്ചിരിക്കുകയാണ്. റിമാൻഡ് പ്രതികളുടെ സംരക്ഷകനായി ചമഞ്ഞ് മോചനം വൈകിപ്പിക്കുന്നതിലൂടെ ബോബി മാധ്യമ ശ്രദ്ധ നേടാനുള്ള ശ്രമം നടത്തുകയാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഏതായാലും ബോബിയുടെ അഭിഭാഷകരെ വിളിച്ചു വരുത്തിയതടക്കമുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയായിട്ടുണ്ട്. കോടതിയോട് നാടകം കളിക്കരുത്. ജാമ്യം നൽകിയ കോടതിക്ക് അത് റദ്ദാക്കാനും അറിയാം. റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് നിങ്ങൾ എടുക്കരുത്. റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ഹൈക്കോടതിയും ജുഡീഷ്യറിയും ഉണ്ടെന്നും ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അയാൾ ഹൈക്കോടതിയോടാണ് കളിക്കുന്നത്. ഉത്തരവ് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പോക്കറ്റിൽ വെച്ച് കഥ മെനയുന്നു. അയാൾക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് കോടതി കാണിച്ചു കൊടുക്കാമെന്നാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യാൻ പോലും നിർദ്ദേശം നൽകും. പ്രതികൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നത്. ബോബിയുടെ നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത്. വിവിധ കേസുകളിൽ പ്രതികളായി ജയിലിൽ കഴിയുന്നവരിൽ പലരും ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാനായിട്ടില്ലാത്തവരുണ്ട്. അതുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാനാകാത്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോബി കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനാകാൻ തയ്യാറാകാതിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. പിന്നാലെ കേസ് വീണ്ടും കോടതി സ്വമേധയാ പരിഗണിക്കുകയായിരുന്നു. ബോബിയുടെ അഭിഭാഷകരോട് ഹാജരാകാൻ നിർദ്ദേശിച്ച കോടതി അതിശക്തമായ നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഏതായാലും മുന്നോട്ട് വച്ചിട്ടുള്ളത്. പിന്നാലെ പ്രതിഭാഗം അഭിഭാഷകർ ചടുല നീക്കങ്ങളോടെ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിന് പുറത്തെത്തിച്ചിരുന്നു. പുറത്തെത്തിയ ബോബി ചെമ്മണ്ണൂരിനോട് മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ വൈകി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിലും കോടതിയെ ലക്ഷ്യമാകില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ കൂടുതൽ മറുപടി പറയുന്നതിൽ നിന്നും തടഞ്ഞ് അഭിഭാഷകർ അവിടെ നിന്നും മാറ്റുകയായിരുന്നു. മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകർ കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയായിരുന്നു. ഇന്നും രാവിലെയും ബോബി ചെമ്മണ്ണൂരിന് പിന്തുണയുമായി നിരവധി പേർ, പുരുഷ സംഘടനകൾ അടക്കമുള്ളവർ രംഗത്ത് വരികയും പലരും മാലപ്പടക്കമടക്കം കൈവശം കൊണ്ടുവന്ന് അത് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നതും പോലീസ് പിന്നീട് തടയുന്നതും ഒക്കെ കേരളം ചർച്ച ചെയ്തതാണ്. ഏതായാലും ഇതൊക്കെ ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടിയാകും എന്നുള്ളതാണ് നിയമവിദഗ്ധർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയ ഒറ്റ വാക്കിൽ ജാമ്യം കിട്ടി അകത്തുള്ള പലരുമുണ്ട്. അതായത് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ അകത്തായവരടക്കമുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ കാര്യമൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കും, ചർച്ച ചെയ്യും എന്നൊക്കെ ബോബി തടവുകാരോട് പറഞ്ഞതായി ബോബി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നതിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ബോബിയെ വിലക്കുകയും പിന്നീട് ബോബി വാഹനത്തിൽ കയറി പോവുകയുമായിരുന്നു. ഏതായാലും കോടതി അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. അതായത് സ്വമേധയാ വീണ്ടും കോടതി ഈ വിഷയം പരിഗണിച്ചിരിക്കുന്നു. വീണ്ടും ബോബി ചെമ്മണ്ണൂരിന് അകത്തേക്കുള്ള സാധ്യതകൾ തുറന്നു വയ്ക്കും എന്നൊരു സൂചന തന്നെയാണ് കോടതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കരുതലോടെ ബോബി ചെമ്മണ്ണൂർ പോയില്ലെങ്കിൽ ഇനിയും നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് നിയമവിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനിടെയാണ് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ബോബിയുടെ ആരാധകർ രംഗത്ത് വന്നത്. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞത്. ഏതായാലും വളരെ നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിലും ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരുടെ കാര്യത്തിലും ബോച്ചെ ഫാൻസിന്റെ കാര്യത്തിലും ഒക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. നടി ഹണി റോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ആ ജാമ്യം ആഘോഷിക്കാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയവർ നടത്തിയ ശ്രമം പോലീസ് പരാജയപ്പെടുത്തിയത്. കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുന്നതിന്
പിന്നാലെ പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനാണ് ശ്രമം നടത്തിയത്. ഇത് പോലീസ് എത്തി തടഞ്ഞതോടെ ജയിൽ പരിസരത്തും നേരിയ സംഘർഷാവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് കേരളം കണ്ടത്. കാക്കനാട് ജില്ലാ ജയിലിന് മുന്നിൽ ഇന്നലെ മുതൽ തന്നെ സ്ത്രീകളടക്കമുള്ള ബോബി ആരാധകരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന് പിന്തുണ പ്രഖ്യാപിച്ചും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും നിരവധി പേർ ഞങ്ങളെ സഹായിക്കുന്ന ബോച്ചയ്ക്കൊപ്പമാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നെങ്കിലും ഇന്ന് പടക്കം പൊട്ടിക്കാനുള്ള ശ്രമം പോലീസ് അനുവദിച്ചില്ല. ഏതായാലും ബോബി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് മാലപ്പടക്കവുമായി പ്രവർത്തകർ എത്തിയത്. ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവരാണെന്നും പടക്കം പൊട്ടിക്കുമെന്നും ഇവർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ബുധനാഴ്ച പോലീസ് ഇത് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷാവസ്ഥയും കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളും ഒഴിവാക്കാനായി ഏതായാലും ഇവർ കൊണ്ടുവന്ന മാലപ്പടക്കം പിന്നീട് പോലീസ് എടുത്തു മാറ്റി എന്നുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളും ബോബി ചെമ്മണ്ണൂരിന് നിർണായകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാദപ്രതിവാദങ്ങളിലേക്ക് ബോബി ചെമ്മണ്ണൂർ പരസ്യമായി മാധ്യമങ്ങളിലൂടെ കടന്നാൽ അതും ചോദ്യമായി മാറും. ഏതായാലും നിലവിൽ തന്നെ കോടതി ലക്ഷ്യമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ബോബി ചെമ്മണ്ണൂരിന് മറുപടി പറയാൻ അഭിഭാഷകർ അനുവദിച്ചിട്ടില്ല. ഏതായാലും നിർണായകമാണ് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഈ കേസും ഇനിയുള്ള നാൾ വഴികളും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്.